ലോകമെമ്പാടും മീറ്റ് പ്രൊഡക്ഷനും മീറ്റ് സപ്ലൈയും ഇല്ലാതെ ഒരു തരത്തിലുള്ള റെസ്റ്റോറൻറ്റ് ഇൻഡസ്ട്രിക്കും പിടിച്ചു നിൽക്കാനാവില്ല. സാധാരണ മനുഷ്യ ജീവിതത്തിൽ പോലും മീറ്റ് ഉൽപ്പന്നങ്ങളുടെ സാന്നിധ്യം വളരെ വലുതാണ്. പൊതുവെ മീറ്റ് കളക്ഷനും പ്രോസസ്സിങ്ങും പാക്കിങ്ങും കൂടാതെ മീറ്റിൻ്റെ വിതരണവും കൂടിച്ചേരുന്ന വ്യവസായത്തിന് പറയുന്ന പേരാണ് മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രി. 1.3 ട്രില്യൺ മാർക്കറ്റ് റവന്യൂ ഉള്ള വ്യവസായമാണ് മീറ്റ് പാക്കിംഗ്. മീറ്റ് ഇൻഡസ്ട്രിയെ പല തരത്തിലുള്ള സ്റ്റെപ്പുകളായി തരംതിരിച്ചിരിക്കുന്നു. പ്രൈമറി പ്രൊഡക്ഷൻ, മീറ്റ് പ്രോസസ്സിംഗ്, ഡിസ്ട്രിബ്യൂഷൻ, റീറ്റെയിൽ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് എന്നിവയാണവ. പ്രൈമറി പ്രൊഡക്ഷൻ എന്നത് ലൈവ് സ്റ്റോക്കായ പിഗ്സ്, കാറ്റിൽ, ഫിഷ് എന്നിവയുടെ ഫാമുകളിൽ നിന്നാണ് തുടങ്ങുന്നത്. ഇത്തരത്തിലുള്ള ലൈവ് സ്റ്റോക്കിനെ കൺസ്യൂമബിൾ പ്രൊഡക്ട്സ്, അതായത് ഉപയോഗിക്കാൻ പറ്റുന്ന മീറ്റ് ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നു. ഫ്രഷ് മീറ്റ്, സോസേജസ്, ക്യാൻ പ്രൊഡക്ട്സ് എന്നിവ ഇവയ്ക്ക് ഉദാഹരണങ്ങളാണ്. തുടർന്ന് ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങളെ വിതരണത്തിലേക്ക് എത്തിക്കുന്നു. റീറ്റെയിലേഴ്സിന് എത്തിച്ചും സൂപ്പർ മാർക്കറ്റുകൾ വഴിയും റെസ്റ്റോറൻറ്റ്സ് വഴിയും ഇത് ആളുകളിലേക്ക് എത്തിക്കുന്നു. മീറ്റ് പ്രൊഡക്ഷനിൽ ഏറ്റവും മുൻപ് ചൈനയാണ്. ഏറ്റവും കൂടുതൽ മീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ ലൈവ് സ്റ്റോക്ക് ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നതും ചൈന തന്നെയാണ്. രണ്ടാം സ്ഥാനത്ത് അമേരിക്കയാണ്. ബാക്കി സ്ഥാനങ്ങൾ ബ്രസീലിനും യൂറോപ്പിനുമൊക്കെയാണ്. ഒരു ഫൺ ഫാക്ട് എന്താണെന്ന് വെച്ചാൽ, ബ്രസീലിലെ JBS മീറ്റ് പ്രൊഡ്യൂസേഴ്സ് ആണ് ലോകത്തെ ഏറ്റവും വലിയ മീറ്റ് പ്രൊഡ്യൂസിംഗ് കമ്പനി. ഏകദേശം 8 ലക്ഷം ക്യാറ്റിലുകളെയാണ് ഒരു ദിവസം മീറ്റിന് വേണ്ടി ഉപയോഗിക്കുന്നത്. 1.5 മില്യൺ പിഗ്സിനെയും 130 മില്യൺ ചിക്കനെയും ഒരു ദിവസം മീറ്റിന് വേണ്ടി തന്നെ ഉപയോഗിക്കുന്നു. ഒരു വർഷം ഏകദേശം 70 ബില്യൺ മൃഗങ്ങളെയാണ് മനുഷ്യർ മീറ്റിനായിട്ട് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ കാലത്ത് മീറ്റ് പ്രൊഡക്ഷൻ, അതായത് മീറ്റിൻ്റെ കളക്ഷനൊക്കെ ആയിട്ട് യന്ത്രങ്ങളാണ് ഉപയോഗിക്കുന്നത്. ഇത്രയും അധികം മീറ്റ് ഇൻഡസ്ട്രി വളർന്നതിനാൽ വളരെയധികം എൻവയോൺമെൻ്റൽ പൊല്യൂഷൻ ഉണ്ടാവുന്നു. വനനശീകരണവും ഗ്രീൻ ഹൗസ് ഗ്യാസിൻ്റെ എമിഷനും ഇതിന് കാരണമാവുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ജലം. ഏകദേശം 15,000 ലിറ്റർ ജലമുണ്ടെങ്കിലേ 1 കിലോഗ്രാം ബീഫ് ഡിസ്ട്രിബ്യൂഷനിൽ എത്തിക്കാനാവൂ. എന്തുകൊണ്ടായിരിക്കാം ഇത്രയും അധികം ഫുഡ് ഇൻഡസ്ട്രിയും മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രിയും വളർന്നത് എന്നതിന് പല കാരണങ്ങൾ നമുക്ക് പറയാനാവും. ഇതിൽ പ്രധാനപ്പെട്ട കാരണം ഫാസ്റ്റ് ഫുഡ് കണക്ഷനാണ്. ഫാസ്റ്റ് ഫുഡ് ചെയിൻസ് ഇന്ന് ലോകത്തെമ്പാടും വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. MC ഡൊണാൾഡ്സ് ഒരു സെക്കൻഡിൽ 75 ഹാം ബർഗേഴ്സാണ് കസ്റ്റമേഴ്സിന് മുമ്പിൽ എത്തിക്കുന്നത്. മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രിയിൽ ഫുഡ് സേഫ്റ്റി റെഗുലേഷൻസ് വളരെ ശക്തമാണ്. കൃത്യമായ പ്രൊഡക്ഷനും വിതരണവും ഇത് ഉറപ്പുവരുത്തുന്നു. എന്നിരുന്നാലും വളരെയധികം നിലവാരം കുറഞ്ഞ ഫാമുകളിൽ വളർത്തുന്ന ആനിമൽസിൽ ധാരാളം രോഗങ്ങളും കൂടാതെ ആനിമൽസിനോട് ചെയ്യുന്ന ക്രൂവാലിറ്റി ആയിട്ടും ഇത് കാണുന്നവരുണ്ട്. അതിനാൽ തന്നെ ലാബ് ഗ്രോൺ മീറ്റ് പോലെയുള്ള ആധുനിക ഫുഡ് പ്രൊഡക്ഷൻ മെത്തേഡ്സിനും ഇന്ന് പ്രാധാന്യമേറി വരുന്നു. കൃത്യമായ ലാബിൻ്റെ ചുറ്റുപാടിൽ ആനിമൽസിൻ്റെ കോശങ്ങൾ ഉപയോഗിച്ച് കോശങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ നടത്തി മീറ്റ് ഉണ്ടാക്കാവുന്ന ആധുനിക സംവിധാനമാണ് ലാബ് ഗ്രോൺ മീറ്റ് മെത്തേഡ്സ് എന്ന് പറയുന്നത്. ഇന്ന് പ്രാരംഭ സ്റ്റേജിലുള്ള ഈ കണ്ടുപിടുത്തം ഭാവിയിൽ മനുഷ്യനെ വളരെയധികം സഹായിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മീറ്റ് ഇൻഡസ്ട്രിയുടെ ഭാവി ഇന്നൊരു ചോദ്യചിഹ്നമാണ്. കാരണം കൃത്യമായി ക്രോസിംഗ് ചെയ്ത് വളർത്തുന്ന ചെറിയ ചെടികൾക്കും പലതരത്തിലുള്ള ഇലകൾക്കും മീറ്റിൻ്റെ അതേ ടേസ്റ്റ് നൽകാനാകുമെന്നുള്ള ഒരു ചോദ്യം ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ വളരെയധികം വളർന്നു വരികയാണ്. അതിനുള്ള പല പഠനങ്ങളും നടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ഭാവിയിൽ മൃഗങ്ങളെ കൂട്ടം കൂട്ടി മീറ്റിനായി വളർത്തുന്നത് കുറഞ്ഞേക്കാം. വർഷങ്ങൾക്ക് മുമ്പ് ഗുഹാമനുഷ്യൻ ഇറച്ചി വേവിച്ച് കഴിക്കാം എന്ന് കണ്ടെത്തിയ ലോകത്തെ തന്നെ മാറ്റിമറിച്ച കണ്ടുപിടുത്തത്തിൽ നിന്ന് ഇന്ന് ബില്യൺ കണക്കിന് ആനിമൽസിനെ ദിവസവും റെസ്റ്റോറൻറ്റ് ഫുഡാക്കി മാറ്റുന്ന ആധുനിക സംവിധാനത്തിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു. മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രി ലോകമെമ്പാടും ഏകദേശം 1.5 മില്യൺ ആളുകൾക്ക് തൊഴിൽ നൽകി വരുന്നു. ഒരു നേരം പോലും നിലയ്ക്കാതെ തുടരുന്നതാണ് മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രി. രാവും പകലും ഫാക്ടറികളും ഫാമുകളും പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. ഒരു മണിക്കൂറിൽ ഏകദേശം 1 ലക്ഷം പൗണ്ട് മീറ്റാണ് ലോകത്തെ ചില പ്ലാന്റുകളിൽ പ്രോസസ്സ് ചെയ്യപ്പെടുന്നത്. മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രിയിലെ മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടുപിടുത്തമാണ് വാക്യൂം സീൽഡ് പാക്കിംഗ് എന്ന് പറയുന്നത്. വാക്യൂം സീൽഡ് പാക്കിംഗ് എന്ന് പറയുന്നത് ഓക്സിജന് പകരം നൈട്രജൻ പോലെയുള്ള ഗ്യാസസ് പാക്കിങ്ങിൽ ഉപയോഗപ്പെടുത്തുന്നതിനാണ്. ഇങ്ങനെ ഓക്സിജന് പകരം മറ്റുള്ള ഗ്യാസസ് ഉൾപ്പെടുത്തുന്നതിലൂടെ മീറ്റിനെ വളരെ കാലം ഫ്രഷ് ആയിട്ട് നിലനിർത്താൻ സഹായിക്കുന്നു. വാക്യൂം സീൽഡ് പാക്കിംഗ് മൂലം കപ്പലുകൾ വഴി മീറ്റുകൾ ലോകമെമ്പാടും എക്സ്പോർട്ട് ചെയ്യാനാവുന്നു. പുതിയ ടെക്നോളജികളും കണ്ടുപിടുത്തങ്ങളും മൂലം മീറ്റ് പാക്കിംഗ് ഇൻഡസ്ട്രി വളർന്നുകൊണ്ടേയിരിക്കുകയാണ്. നമുക്ക് മുൻപിൽ ഫാസ്റ്റ് ഫുഡായി വരുന്ന ഹാംബർഗ് മറ്റും
ഇത്രയും വലിയൊരു ഇൻഡസ്ട്രിയുടെ ഭാഗമായി എത്രയോ പ്രോസസ്സ് കഴിഞ്ഞ് നമുക്ക് മുന്നിൽ എത്തിയതാണെന്ന് മനസ്സിലാക്കാൻ ഈ വീഡിയോ നമ്മളെ സഹായിക്കും. താങ്ക്